ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമുക്കിന്ന് സൺ നെറ്റ്വർക്കിൻ്റെ 22ഓളം ചാനലുകൾ ടെമ്പററി ഫ്രീ ടു എയർ വർക്ക് ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ പ്രോബ്ലങ്ങൾ വരുന്ന സമയത്താണ് നമുക്കിതുപോലെ പേ ഫോർമാരിലെ ചാനലുകൾ ടെമ്പററി ഫ്രീ ടു എയർ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നവംബർ 20 ഇന്ന് ഞാനൊരു 3 മണിയായ സമയത്ത് TV ഓൺ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് സൺ നെറ്റ്വർക്കിൻ്റെ എല്ലാ ചാനലുകളും ടെമ്പററി ഫ്രീ ടു എയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ചാനലുകൾ നമുക്ക് എത്ര സമയത്തേക്ക് ലഭിക്കുമെന്ന് പറയാനാവില്ല. ടെക്നിക്കൽ പ്രോബ്ലം തീർന്നു കഴിഞ്ഞാൽ പഴയതുപോലെ പേ ഫോർ മാറും. കഴിഞ്ഞ ദിവസം നമുക്ക് ഏഷ്യാസാറ്റ് 8 105 ഡിഗ്രി നമുക്ക് 17ഓളം HD ചാനലുകൾ ടെമ്പററി ഫ്രീ ടു എയർ ലഭിച്ചിരുന്നു. അത് നമുക്ക് ഒരു ദിവസം മാത്രമാണ് ലഭിച്ചത്. ഇത് നമുക്ക് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം, ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളായിരിക്കാം ലഭിക്കുന്നത്. ഏതായാലും നമുക്കിന്ന് ടെമ്പററി ഫ്രീ ടു എയർ ആയിട്ട് സൺ നെറ്റ്വർക്കിൻ്റെ എല്ലാ ചാനലുകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോക്കെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സൺ നെറ്റ്വർക്കിൻ്റെ ചാനൽ ലഭിക്കുന്ന ഫ്രീക്വൻസി അതുപോലെ സാറ്റലൈറ്റ് ഏതാ നോക്കാം. ഫ്രീക്വൻസി 40-44 വെർട്ടിക്കൽ 30,000. ഈ ഫ്രീക്വൻസി എനിക്ക് 91% സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രീക്വൻസി എടുത്ത് ഒന്ന് ട്യൂൺ ചെയ്ത് കാണിക്കാം. ഇവിടെ കാണാം ഫ്രീക്വൻസി 40-44 വെർട്ടിക്കൽ 30,000 താഴേക്ക് കൊണ്ടിരുന്നുണ്ട്. സെറ്റിങ്സൊക്കെ എങ്ങനെയാണ് വരുന്നത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നവിടെ കാണാം. FT ആണ് സെലക്ട് ചെയ്യുന്നത്, ഓൾ ടൈപ്പ് അല്ല, FT ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ TP സെർച്ച് ചെയ്യുന്നത് കാണാം. ഇവിടെ കാണാം 22 ചാനലുകളും FTA ഫോർമാറ്റിലാണ് ഇപ്പോൾ ട്യൂൺ ആവുന്നത്. ഇത് നമുക്ക് എത്ര സമയം ലഭിക്കുമെന്ന് പറയാനാവില്ല. ഏതായാലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൺ നെറ്റ്വർക്കിൻ്റെ എല്ലാ ചാനലുകളും ടെമ്പററി ഫ്രീ ടു എയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുൻപാണ് മീസാറ്റ് 3 91.5 ഡിഗ്രീൻ്റെ ഡിഷ് ആൻറ്റിന സെറ്റ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം കുറേ ചാനലൊക്കെ കിട്ടുന്നൊരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് ടെമ്പററി ഫ്രീ ടു എയർ ആയിട്ട് സൺ നെറ്റ്വർക്കിൻ്റെ ചാനൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഡിഷ് ആൻറ്റിന. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻസി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് മീസാറ്റ് 3 91.5 ഡിഗ്രിയുടെ ഡിഷ് ആൻറ്റിന സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഫ്രീക്വൻസി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സ്ട്രോങ് ഫ്രീക്വൻസി 40-10 വെർട്ടിക്കൽ 41-70 നല്ല സിഗ്നലുള്ള ഫ്രീക്വൻസിയാണ്. എങ്ങോട്ട് സെറ്റ് ചെയ്താലും ഈ ഫ്രീക്വൻസി കിട്ടും എന്ന തരത്തിലാണ് ഈ ഒരു ഫ്രീക്വൻസി. കാരണം GSAT 17 ട്രാക്ക് ചെയ്താലും ഈ ഫ്രീക്വൻസി കയറി വരും, അത്രയും സ്ട്രോങ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രീക്വൻസി വെച്ചിട്ട് മീസാറ്റ് 3 91.5 ഡിഗ്രീസ് ഒന്ന് സിഗ്നൽ പിടിച്ച് നോക്കുക. എൻ്റെ ഡിഷ് ആൻറ്റിന ഇങ്ങനെയാണ് നിങ്ങൾ കാണാം. ഡിഷിൻ്റെ ബാക്കിൽ ഇത്രയും ഉയർത്തി വെച്ചുള്ളത്. ഡിഷിൻ്റെ കമ്പനിക്ക് അനുസരിച്ച് മാറ്റം വരും, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് പറയാത്തത്. LNB ആണ് ഒരു 1 കേബിൾ സൊല്യൂഷൻ LNB ആണ് വെച്ചുള്ളത്. LNB ഒരു വിദേശ LNB ആണ്. ഇത് 5G ഫിൽറ്റർ LNB ഒന്നല്ല, എന്നാൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു LNB ആണ്. ഈ LNB ടോക്കിയോസാറ്റിൻ്റെ LNB ആണ്, ഒരു വിദേശ LNB ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാം, ഒരു സ്റ്റില്ല് പോലും വരാതെ എനിക്ക് ചാനലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ടെമ്പററി ഫ്രീ ടു എയർ ലഭിക്കുന്നത് സൺ നെറ്റ്വർക്കിൻ്റെ ചാനലുകളാണ്. ഈ ചാനൽ നമുക്ക് എത്ര സമയം ലഭിക്കുമെന്ന് പറയാനാവില്ല. നമുക്കിപ്പോൾ ടെമ്പററി ഫ്രീ ടു എയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.